രാഷ്ട്രീയകാര്യ സമിതിയിലെ ഗ്രൂപ്പ് രൂപീകരണത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്ക് അതൃപ്തി എന്നുള്ള വാർത്തയാണ്. സമിതിയിലെ ആളെണ്ണം കൂട്ടിയതും നാമമാത്രമായിട്ട് പരിഗണന മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന എ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നുള്ള വിമർശനവും ഉയർന്നിരുന്നു. വിവരങ്ങളുമായി സൂര്യഗായത്രി ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സൂര്യഗായത്രി, രാഷ്ട്രീയകാര്യ സമിതി രൂപീകരണത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. ആളുകളെ കുത്തി നിറയ്ക്കുന്ന തരത്തിലേക്കുള്ള നടപടിയാണ് ഉണ്ടായത് തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? അംഗങ്ങളുടെ എണ്ണം 36ലേക്ക് ഉയർത്തിയാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ചത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിക്കാനാണ് 21 അംഗ രാഷ്ട്രീയകാര്യ സമിതിയെ ജംബോ കമ്മിറ്റിയാക്കി ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. 19 പേരാണ് പുതുമുഖങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്. ശശി തരൂർ അടക്കം 5 MP-മാരെ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ KC വേണുഗോപാൽ പക്ഷത്തിനാണ് ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതി രൂപീകരണത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്ക് ഇതിൽ അതൃപ്തിയുണ്ട്. സമിതിയിലെ ആളെണ്ണം കൂട്ടിയിട്ടും വേണ്ടത്ര പരിഗണന തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന പരാതിയാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് ഉയർത്തുന്നത്. പാർട്ടി വേദിയിൽ ഒട്ടും സജീവമല്ലാത്തവരെ പോലും രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് ചേർത്തുവെന്നും ഗ്രൂപ്പുകൾ വിമർശിക്കുന്നുണ്ട്. 5 ഒഴിവുകളായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയിൽ നികത്തേണ്ടിയിരുന്നത്. പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ, അതുപോലെ തന്നെ അടൂർ പ്രകാശ്, MK രാഘവൻ, ആന്റോ ആന്റണി, ഹൈബി ഈഡൻ എന്നീ MP-മാരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. MP-മാരെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് തെരഞ്ഞെടുത്ത മാനദണ്ഡം ശരിയല്ലെന്നും നിർണായക ചർച്ച നടക്കേണ്ട കമ്മിറ്റിയിൽ ആളെ കുത്തി നിറച്ചെന്നും വ്യാപക വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട്. മറ്റൊരു കാര്യം, വനിതകളുടെ പ്രാതിനിധ്യം 1-ൽ നിന്നും 4 ഉയർത്തിയിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാനെ നിലനിർത്തിക്കൊണ്ട് തന്നെ പത്മജ വേണുഗോപാലിനെയും അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണ, PK ജയലക്ഷ്മി എന്നിവരെ പുതുതായി ചേർത്തിട്ടുണ്ട്. നേരത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച മുൻ KPCC പ്രസിഡന്റ് VM സുധീരനെ വീണ്ടും രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കൂടിയുണ്ട്. പാർട്ടി യോഗങ്ങളിൽ സജീവമല്ലാത്ത മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും സമിതിയിൽ ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയകാര്യ സമിതി ഇപ്പോൾ വിമർശനത്തിന് വിധേയമാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാക്കിയിരിക്കുന്നത്. എബി.